മായന്നൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ അതിഥികളായി ശലഭങ്ങളെത്തി. സ്കൂളിൽ നിർമ്മിച്ചിരിക്കുന്ന ശലഭോദ്യാനത്തിലാണ് നീലക്കടുവ ഇനത്തിൽപ്പെട്ട ശലഭങ്ങൾ പറന്നെത്തിയിരിക്കുന്നത്. മായന്നൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 സെന്റ് സ്ഥലത്താണ് ശലഭോദ്യാനം ഒരുക്കിയിരിക്കുന്നത്. ജൈവ വൈവിധ്യത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്ന ഈ ഉദ്യാനത്തിൽ പൂക്കളേക്കാൾ കൂടുതൽ ശലഭങ്ങളാണ്. ബ്ലൂ ടൈഗർ, കോമൺ ഇന്ത്യൻ ക്രോപ്ലെയിൻ ടൈഗർ, സ്ട്രിപ്ഡ് ടൈഗർ, ചക്കരശലഭം, എരുക്ക് തപ്പി, കൃഷ്ണശലഭം, ഗരുഡശലഭം, മഞ്ഞപ്പാപ്പാത്തി, പുൽനീലി തുടങ്ങിയ വിവിധ ഇനത്തിൽപ്പെട്ട 20-ലേറെ ശലഭങ്ങളാണ് ഇവിടെ വിരുന്നുവരുന്നത്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശലഭമായ സദേൺ ബെഡ്വിംഗ് എന്ന പൂമ്പാറ്റയും ഇവിടെ എത്താറുണ്ട്. ജൈവ വൈവിധ്യത്തിന്റെ പ്രാധാന്യം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ശലഭോദ്യാനം ഒരുക്കിയിരിക്കുന്നതെന്ന് സ്കൂൾ പ്രധാനാധ്യാപകൻ CV ജോൺസൺ പറഞ്ഞു. നമ്മുടെ ഈ വിദ്യാലയത്തിൽ JRC, SPC, എക്കോ ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിൽ വളരെ മനോഹരമായി ഈ പ്രദേശത്തെ ആകെ പ്രത്യേകം ആകർഷിക്കാവുന്ന വിധത്തിലാണ് ഇവിടെ ശലഭോദ്യാനം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് ശലഭങ്ങളുടെ ജീവിതഘട്ടങ്ങൾ നിരീക്ഷിക്കാനുള്ള സൗകര്യങ്ങളും സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. സ്കൂളിലെ SPC, JRC, ഇക്കോ ക്ലബ്ബ്, സീഡ് എന്നീ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഉദ്യാനം പരിപാലിക്കുന്നത്. കേരള ഗവൺമെന്റ് സയൻസ് ആൻഡ് ടെക്നോളജിയും തൃശൂർ സെന്റ് മേരീസ് കോളേജും സംയുക്തമായി തൃശൂർ ജില്ലയിലെ സ്കൂളുകൾക്കായി നടത്തിയ ശലഭോദ്യാന നിർമ്മാണ മത്സരത്തിൽ മായന്നൂർ സെന്റ് തോമസ് സ്കൂൾ 1ാം സ്ഥാനം നേടിയിട്ടുണ്ട്. ശലഭോദ്യാനമാണെങ്കിലും തുമ്പികൾ, ഷഡ്പദങ്ങൾ, ഓന്ത്, തവള തുടങ്ങിയ ജീവികളും ഈ ശലഭോദ്യാനത്തിലെ സന്ദർശകരാണ്. ഇവിടം കാണുന്നതിനും ചെടികൾ വാങ്ങുന്നതിനുമായി ജില്ലയ്ക്കകത്തും പുറത്തുനിന്നുമായി ധാരാളം സന്ദർശകർ എത്തുന്നുണ്ട്. ഈ ശലഭോദ്യാനം പശ്ചാത്തലമായി 2 ഷോർട്ട് ഫിലിമും ഇതിനോടകം ചിത്രീകരണം പൂർത്തിയാക്കി കഴിഞ്ഞു. TCV ചേലക്കര.